എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. കുറച്ചധികം തക്കാളി ലാഭത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കേടുകൂടാണ്ട് ദീർഘനാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 4.5 കിലോയോളം തക്കാളി ഉണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയാണ്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാകുന്ന തക്കാളിയാണെങ്കിൽ നമുക്ക് വിനാഗിരിയിലൊന്നും മുക്കി വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് ഈ തക്കാളിയുടെ തണ്ട് കളയാം. ഈ മുകളിലുള്ള ഈ തണ്ട് കളയാം, വെള്ളത്തിലേക്ക് ഇടാം. ഞാനിവിടെ എല്ലാ തക്കാളിയുടെയും ഉള്ള തണ്ട് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വിനീഗർ മതി. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. വീട്ടിലുണ്ടാകുന്ന തക്കാളിയാണെങ്കിൽ അതിനകത്ത് വിനീഗറൊന്നും ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച തക്കാളി ആയത് കാരണമാണ് ഒന്ന് വിനാഗിരിയൊക്കെ ഒന്ന് ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. ആഫ്റ്റർ 15 മിനിറ്റ്സിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഈ നടുക്കുള്ളത് നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് ഈ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചെത്തിക്കളയണം. കേടും ചെത്തിക്കളഞ്ഞു. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. എല്ലാ തക്കാളിയും ഞാൻ ഈ സൈസിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി കുഴിവുള്ള പാത്രത്തിലേക്കാണ് ഇത് വേവിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും, അതായത് ഈ തക്കാളിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വേണം വെച്ച് വേവിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ടൊമാറ്റോ പ്യൂരി ഒന്നുകൂടെ ഞാൻ ഗ്യാസിൽ വെച്ച് ഒന്നുകൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് അരിക്കൊന്നും ചെയ്തിട്ടില്ല. മിക്സിയിൽ നിന്ന് അടിച്ചത് അങ്ങനെ തന്നെ അതേ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. ഇനി നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ പ്യൂരി ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഴിയുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കുമ്പോൾ നമ്മുടെ മേത്തേക്ക് തെറിക്കും. ഇച്ചിരി പൊങ്ങിയാണ് തെറിക്കുന്നത്, തിക്ക് ഗ്രേവി ആയത് കാരണം. അതോടൊപ്പം ഒരു നീട്ടമുള്ള സ്പൂൺ വേണം എടുക്കാൻ. അപ്പോഴും തെറിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വീഴാണ്ടിരിക്കാനായിട്ട് സഹായിക്കും അത്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ടൊമാറ്റോ പ്യൂരി തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് വറ്റി അതിൻ്റെ കളറൊക്കെ മാറി ഒരു നല്ല റെഡ് കളറിലേക്ക് മാറും. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ടൊമാറ്റോ പ്യൂരി ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസ് ട്രേയിലോ അല്ലെങ്കിൽ ഇതേപോലെ കപ്പ് കേക്കിൻ്റെ ഇങ്ങനെ ഒരു മോൾഡിനകത്തേക്ക് നമുക്ക് പേപ്പർ കപ്പിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഈ പേപ്പർ കപ്സ് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൊമാറ്റോ പ്യൂരി ഐസായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്രേയിൽ നിന്ന് വേഗം ഊരിയെടുക്കുന്നതിന് വേണ്ടിയാണ് പേപ്പർ കപ്സ് നമ്മൾ വെക്കുന്നത്.
ഒരു 4-5 മണിക്കൂറോളം നമുക്കിത് ഫ്രീസറിനുള്ളിൽ വെക്കാം. ഇത് വേറൊരു രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഒരു ഗ്ലാസ് ഭരണിയിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അതിനുശേഷം ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച് വെക്കുക. ആവശ്യം പോലെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന ടൊമാറ്റോ പ്യൂരിയാണ്. കത്തിയും വെച്ചൊന്ന് സൈഡിലൊന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങ് വിട്ടുപോരും. കണ്ടോ, എല്ലാം നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ ചുറ്റിനുമുള്ള ഈ പേപ്പർ കപ്സൊക്കെ മാറ്റിക്കളയാം. അതിനുശേഷം ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് വെക്കാം. കണ്ടെയ്നറിനകത്ത് ഇട്ടിട്ട് ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണേലും കറിയിലിടണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് മാറ്റി വെച്ച് ഒന്നിൽ ഓവനിൽ വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഡീഫ്രോസ്റ്റായി കിട്ടും. ഇല്ലാച്ചാൽ ഒന്ന് പുറത്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ആവശ്യം പോലെ കറിയിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല.